ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCERT സീരീസിൽ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം തന്നെ. അതിൽ ഭാഗം 2, സാമൂഹ്യശാസ്ത്രത്തിലെ ഭാഗം 2 ആണ് ഇന്ന് തുടങ്ങുന്നത്. അതിൽ നമ്മൾ 5 ചാപ്റ്റേഴ്സ് പരിചയപ്പെടാറുണ്ട്. ആ 5 ചാപ്റ്റേഴ്സിൽ ഇന്ന് പരിചയപ്പെടുന്നത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധികാരം ജനങ്ങൾക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം അത് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് പഞ്ചായത്ത് രാജുവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെയാണ് മെയിനായിട്ടും പരിചയപ്പെടാനുള്ളത്. അതിൽ ഗാന്ധിജിയുടെ കുറച്ച് ആശയങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അതായത് ഗാന്ധിജിയുടെ ആശയം ഇതാണ്: ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നും, അതേപോലെ തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമാണ് രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നൊക്കെ പറയുന്നു. ഓക്കെ, പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം അത് ഗ്രാമങ്ങളിലാണ്, അല്ല? അങ്ങനെ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. പിന്നെ അടുത്തായിട്ട് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്ത കാര്യം, ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തി രാജ് എല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ല? അങ്ങനെ ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്? ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് എന്ത് പറയുന്നത് നോക്കാം. ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു കൊളാഷൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ജനപങ്കാളിത്തം കൊണ്ട് വിജയം വരിച്ച പ്രാദേശിക വികസന പദ്ധതികൾ ഒക്കെ പറയുന്ന ഒരു ഭാഗമായിരുന്നു അത്. നമുക്ക് ആ ഭാഗമൊന്നും വേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ആ ഭാഗത്തിലേക്ക് ഞാൻ പോവാതിരുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയോ ഭരണ സംവിധാനമോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ എന്താ അധികാര വികേന്ദ്രീകരണം എന്ന് മനസ്സിലായോ? അതായത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറുന്നതിനെ എന്ത് വിളിക്കുന്നത്? അധികാര വികേന്ദ്രീകരണം എന്ന് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? അധികാര വികേന്ദ്രീകരണം എന്താന്ന് നോക്കി. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു അധികാര കേന്ദ്രീകരണം എന്താണെന്നുള്ളത്. അതായത് ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം? അധികാര കേന്ദ്രീകരണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വിഷയം എന്താ? സാധാരണക്കാർക്ക് എന്തുണ്ടാവില്ല? ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവാനുള്ള അവസരം താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, അതാണ് അധികാര കേന്ദ്രീകരണം എന്നുള്ള ആശയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തായിട്ട് അധികാര വികേന്ദ്രീകരണത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് അതിൻ്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനായിരിക്കും? പ്രാദേശിക വികസനത്തിനായിരിക്കും. അപ്പോൾ പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം ഉണ്ടാവും. പിന്നെ വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ടാവും? നേതൃശേഷിയും ഭരണ പരിചയവും എന്ത് ചെയ്യുന്നുണ്ട്? കൈവരുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ പങ്കാളിത്തവും അതേപോലെ തന്നെ അധികാരമൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഏതിൻ്റെ പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ ആ സവിശേഷതകൾ നമ്മുടെ അധികാര വികേന്ദ്രീകരണം എന്നുള്ള ആശയത്തിൻ്റെ അതിൻ്റെ സവിശേഷതകളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയല്ലോ? അപ്പോൾ പ്രാദേശിക വികസനത്തിന് ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നേതൃശേഷിയും ഭരണപരിചയവും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ കൂടുതൽ അധികാരം കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ എന്നൊരു ഭാഗം പാഠപുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടാനുള്ള കാര്യം എന്താണെന്ന് നോക്കുക. നിങ്ങൾ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്.
ഓക്കെ, പഞ്ചായത്തിനുള്ള ആശയം പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതായത് ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ ആയിരുന്നു അവ. അങ്ങനെയാണെങ്കിൽ പഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചല്ലേ? അതേപോലെ തന്നെ യോഗം, അതായത് സമ്മേളനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ പഞ്ചായത്ത് എന്ന രീതിയിൽ പഞ്ച്, അതേപോലെ തന്നെ ആയത് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് എന്ത് രൂപം കൊണ്ടത്? പഞ്ചായത്ത് എന്നുള്ള പദം രൂപം കൊണ്ടത്. പഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച്, അതേപോലെ യോഗം എന്നുള്ള അർത്ഥം വരുന്ന ആയത്, അങ്ങനെയാണ് പഞ്ചായത്ത് എന്നുള്ള പദം രൂപം കൊള്ളുന്നത്. അത് സംസ്കൃത പദമാണെന്ന് മനസ്സിലാക്കി വെക്കുക. പഞ്ച് ആയത് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കൃത പദമാണ്. നമ്മൾ അങ്ങനെ പഞ്ചായത്ത് എന്നുള്ള പദം രൂപം കൊണ്ട കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നീട് മനസ്സിലാക്കി വെക്കുക, ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങുകയാണ്. എന്നാൽ 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്ത് ചെയ്യുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് പുതുജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കിട്ടേണ്ട കാര്യം, അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് ആരുടെ കാലഘട്ടത്തിലാണ്? റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, 1882 കാലഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് കിട്ടുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുന്നത്. പിന്നീട് എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ? അങ്ങനെ അതും കൂടെ നിലവിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യുന്നു. അങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ തുടക്കം. ആദ്യം ആരിൽ നിന്ന് തുടങ്ങുന്നു? റിപ്പൺ പ്രഭു. 1852 റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം കിട്ടുക ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്ത കാര്യം, നമ്മുടെ ഭരണഘടനയിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. നിർദ്ദേശ തത്വങ്ങളിൽ അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് ഭരണഘടനയെ പറയുന്നത് എവിടെയാണ്? അനുച്ഛേദം 40. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഓക്കെ, എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പരിഹരിക്കുന്നതിന് പ്രാദേശികമായിട്ട് ഭരണ സംവിധാനം ശക്തപ്പെടുന്നതിനുമായിട്ട് പിന്നീട് നിരവധി കമ്മിറ്റികൾ രൂപം കൊള്ളാണ്. അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബൽവന്ത് റായ് മേത്ത, അതേപോലെ തന്നെ അടുത്തത് അശോക് മേത്ത. അപ്പോൾ ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇവരുടെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കും. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. അവരുടെ ശുപാർശ എന്താണെന്നുള്ളതാണ് ആദ്യം പരിചയപ്പെടാനുള്ളത്. അതേപോലെ തന്നെ 1978 എന്ത് വന്നിട്ടുണ്ട്? അശോക് മേത്ത കമ്മിറ്റി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നോക്കിക്കോ നിങ്ങൾ. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, അതേപോലെ തന്നെ പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം ആരുടെ ശുപാർശയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിതാണ്. ഓക്കെ, എന്നാൽ നേരെ അശോക് മേത്തയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റുന്നത് ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. എവിടെ പറയുന്നത്? അതാണ് അശോക് മേത്തയെ പറയുന്നത്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആരാ? അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അങ്ങനെ മനസ്സിലാക്കി വെച്ചോളണേ. പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക, ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന് കൊടുക്കണം എന്നായിരുന്നു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞത്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ് എന്ന രീതി പറയുന്നു. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത്. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അശോക് മേത്തയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത കാര്യം, ജില്ലാ പരിഷത്ത്, അതേപോലെ തന്നെ പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്.
ഇനി അടുത്തായിട്ട് പട്ടികജാതി പട്ടികവർഗ സംവരണം, അത് ആശയം മുന്നോട്ട് വെച്ചത് ആരാ? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ രണ്ട് കമ്മിറ്റികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ശുപാർശകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ശേഷം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം രാജസ്ഥാനിൽ എന്ന ഭാഗം നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 1952 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൌർ, ഓക്കെ, അല്ലെങ്കിൽ നാഗൂർ ജില്ല, അവിടെ ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യാണ്? പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1959 ഒക്ടോബർ 2 ഡേറ്റ്. അതേപോലെ തന്നെ രാജസ്ഥാനിലാണ് നാഗൂർ ജില്ല, നാഗൌർ ജില്ല എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഉദ്ഘാടനം ചെയ്തത് ആ സമയത്ത് ഇന്ത്യൻ PM. ഓക്കെ, പക്ഷേ അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. കിട്ടിയല്ലോ. ഇനി അടുത്തായിട്ട് ഈ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കുറച്ച് ഭരണഘടനാ ഭേദഗതിയൊക്കെ മനസ്സിലാക്കി വെക്കാനുണ്ട്. അതായത് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട ചില വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ തീരുമാനിച്ചു. അതിൽ മെയിനായിട്ടുള്ള 2 ഭരണഘടനാ ഭേദഗതി മനസ്സിലാക്കി വെച്ചോളണം. 73, 74 ഭരണഘടനാ ഭേദഗതി. അതിൽ നടന്ന വർഷം മനസ്സിലാക്കി വെക്കുക. 1992 ആ 73, 74 ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ആ 73, 74 എന്ത് ചെയ്യുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി, അതിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ നഗരപാലിക നിയമമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ 73 എന്താ? പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 74 എന്താ? നഗരപാലിക നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർക്കണേ, 73, 74 വർഷം ഏതാ? 1992. ശേഷം 73-നെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 73-ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമസഭകളുടെ രൂപീകരണം നടക്കുന്നു. അടുത്തായിട്ട് ഭരണ കാലാവധി 5 വർഷമായിട്ട് മാറ്റാണ്. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ സംവരണം നടക്കുകയാണ്. വനിതാ സംവരണം നടക്കുകയാണ്. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ എന്ന ആശയം കൊണ്ടുവരികയാണ്. അതേപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇതൊക്കെയാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ആ സമയത്ത് വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്തായിട്ട് 74-ന്റെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് 74 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? നഗരപാലികയായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? വാർഡുകളുടെ രൂപീകരണം നടക്കുന്നുണ്ട്. നേരത്തെ ഗ്രാമസഭകളുടെ രൂപീകരണമായിരുന്നു. പിന്നെ കാലാവധി 5 വർഷം തന്നെ സെയിം ആണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം നടക്കുന്നുണ്ട്. വനിതാ സംവരണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തന്നെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ എന്നുള്ള ആശയമുണ്ട്. അതേപോലെ തന്നെ 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വരികയാണ്. നഗർ പഞ്ചായത്ത് എന്നുള്ള രീതിയിലും മുനിസിപ്പൽ കൗൺസിൽ എന്ന രീതിയിലും. കേരളത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ എന്ന രീതിയിൽ അല്ല, ആ രീതിയിലൊക്കെ വരുന്നത് ഏതിൻ്റെലൂടെയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കിട്ടിയല്ലോ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന നോക്കുകയാണെങ്കിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തരംതിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അടുത്തായിട്ട് നഗരപാലിക നിയമത്തിലൂടെയോ മുനിസിപ്പൽ കൗൺസിൽ എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് തരംതിരിക്കുകയാണ്. ഓക്കെ, മുനിസിപ്പാലിറ്റി അതേപോലെ കോർപ്പറേഷൻ അല്ലെ, ആ രീതിയിൽ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ 2 സംവിധാനങ്ങൾ നഗരപാലിക, അതേപോലെ തന്നെ പഞ്ചായത്തി രാജിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെയൊക്കെ വരുന്നില്ലേ? പക്ഷേ അടുത്തായിട്ട് ജനകീയാസൂത്രണമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് 73, 74 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് എന്ത് ചെയ്യുന്നു? 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ഇത് ജനകീയാസൂത്രണം എന്ന് പറയുന്നത്.
ഓക്കെ, ജനകീയാസൂത്രണം നടപ്പിലാക്കിയ വർഷം ഏതാ? 1996 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്? 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ പ്രാദേശിക ഭരണ സംവിധാനത്തിന് എന്ത് ചെയ്യാണ്? കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകുകയാണ് ചെയ്യുന്നത്. അവ നടപ്പിലാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥര്, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ എന്ത് ചെയ്യുന്നു? ജനകീയാസൂത്രണം വഴിയൊരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. പിന്നീട് 2005 പഞ്ചായത്തി രാജ് ആക്ട്, അങ്ങനെ എന്ത് ചെയ്യുന്നു? 2005 പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം എത്രയായിട്ട് മാറുന്നു? 50 ഉയർത്തുന്നു. അപ്പോൾ 33% ആക്കിയത് ആ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 50 ഉയർത്തിയത് അത് 2005 പഞ്ചായത്തി രാജ് ആക്ടിലൂടെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമായുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയായിട്ട് കേരളം എന്ത് ചെയ്യുന്നു? രാജ്യത്തിന് മാതൃകയാകുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയാസൂത്രണം, അതേപോലെ തന്നെ പഞ്ചായത്തി രാജ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് അടുത്തായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. സംഭവം ഇത്രയേ ഉള്ളൂ. പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമസഭകളിലെ കുറഞ്ഞ പങ്കാളിത്തമുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനം കുറവാണ്. അതേപോലെ മറ്റൊരു കാര്യം ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു. അതായത് വലിയ പോയിന്റുകളൊന്നും ഇവിടെ ഓർത്ത് വെക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് 73, 74 ഭരണഘടനാ ഭേദഗതിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. പിന്നെ വിവിധ ആശയങ്ങൾക്കൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. അതേപോലെ തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. ഈ കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുക? ചോദ്യങ്ങളൊക്കെ മെയിനായിട്ട് ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.